എന്താടി എന്റെ ആരെങ്കിലും ഇവിടെ ചത്തോ? പുറത്തേക്ക് ഇറങ്ങുമ്പോ ശകുനക്കാടായി കുത്തിയിരുന്നോളൂ. എണീറ്റ് പോടി അകത്തേക്ക്. ആ ഇപ്പൊ ഒക്കെ തഴഞ്ഞു. ഇങ്ങോട്ട് മാറി വഴിന്ന് കാലത്തെ ഓർന്ന് വന്ന് കേറിക്കോളും. എന്തേ എന്തിനാ രാവിലെ രാമോട്ടനെ അന്വേഷിക്കണേ? എന്താ ആൾക്ക് നല്ല സങ്കടമുണ്ട്. അതാ ഇവിടെ. ബാ, ഞാൻ പോയാ മതിന്നോ? പിന്നെന്തിനാ എത്ര തിരക്കിട്ട് ഇങ്ങോട്ട് വന്നേ? കത്തന്റെ തന്നിട്ട് പോയാ പോരായിരുന്നോ? വിഷമിക്കാൻ പറഞ്ഞതല്ല. ഇങ്ങത്താ കൊച്ചേട്ടാ. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടും മോളെ. കണ്ണില് മാത്രല്ല കൊച്ചേട്ടന്റെ ചങ്കിലും നിറയേട്ടാ. ഈ വെള്ളച്ചാട്ടത്തിന്റെ അരമ്പിൽ കേട്ടിങ്ങനെ ഇരിക്കുമ്പോ ഇത്തിരി സമാധാനമുണ്ട്. ലക്ഷ്മി ഒരു കത്ത് തന്നിട്ടുണ്ട്. എന്തേ? വായിക്കട്ടെ. രാമേട്ടാ, എന്നെ കാണാൻ മോഹിച്ചിരിക്കണ ഒരാളെ ഈ ഭൂമിയിലുള്ളൂ. ആ ആൾക്ക് കാഴ്ച കിട്ടിയ ഒരു കണ്ണില്ലാത്തവളാണെങ്കിലും എന്നെ സ്വീകരിക്കുമെന്ന് ഉറപ്പാ. ആ ആളെ കാണാൻ എനിക്ക് ഒരു കണ്ണ് മതി. രാമേട്ടൻ എന്നെ കാണാൻ എന്റെ ഒരു കണ്ണ് പോരെ. ലക്ഷ്മി വന്നിട്ടുണ്ടോ? ഇവിടെ ഉണ്ട്. എവിടെയാ? ലക്ഷ്മി, നീ ശരിക്കും ശരിക്കും ആലോചിച്ചിട്ടാണോ എനിക്ക്? എന്തായത്? കൊറേ നേരമല്ല തുടങ്ങിയിട്ട്. വല്ലാതെ പിടിച്ചു പോയെന്ന് തോന്നുന്നു. സത്യം പറയല്ല തോമാച്ച, എന്റെ അത്തിയെ കയറി പിടിച്ചു. രണ്ടിലേതാ? രണ്ടും. നീ ആള് കൊള്ളാമല്ലോ. ഈ ഗ്രാമീണ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് അർത്ഥം ഇപ്പൊ മനസ്സിലായോ? എന്നാ ഈ ജ്യൂസ് ഒരെണ്ണം അടിക്കും, ഉള്ളൊന്ന് തണുക്കട്ടെ. തണുക്കില്ല തോമാച്ച, തണുക്കില്ല. മനസ്സ് നിറയെ ചൂടാ. ചൂടാവട്ടെ. കൃഷ്ണദോസിയുടെ പരിശുദ്ധിയും നെയ്യാമ്പൽ പൂവിന്റെ നൈർമല്യമുള്ള ഈ ശാരീരിക സൗന്ദര്യം കണ്ട ചൂടാവാസാറുണ്ടോ? ഇത് മുല്ലയാടാ, കിളിന്ത മുല്ല. എന്താ ചിരിക്കുന്നത്? അല്ല, അമ്പഴക്കാടൻ തോമാച്ചന്റെ തനി സ്വഭാവം ഇപ്പോഴല്ലേ കാണുന്നേ? കണ്ടല്ലോ. ഇനി പറ, ഈ മുല്ലമുട്ടുകൾ മാല കോർത്ത് തിരുമാറിൽ അണിയണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ തോമസ് ചാക്കോ നിന്റെ മോഹം പൂ അണിയിച്ചിരിക്കും. ഇസ് ഇറ്റ് ട്രൂ? ട്രൂ. ബട്ട് വൺ തിങ്, എന്റെ ആ പ്രോജക്റ്റിന്റെ കാര്യം നീ സാധിച്ചു തരണം. അതിന് കോടികൾ വിലമതിക്കുന്നതാ. അതിലും വിലമതിക്കുന്നതായി മുല്ലപ്പൂക്കൾ. എന്താ വേണോ? വേണമെങ്കിൽ റിസ്ക് എടുത്താലും ഞാൻ നോക്കാം. തോമാച്ചൻ എന്ത് റിസ്ക് എടുക്കാനാ? ഇവിടത്തെ മാവേലി തമ്പുരാനല്ലേ, വിളിച്ചാൽ വിളിപ്പുറത്ത് വരും. വരുത്താം, പക്ഷേ ഡാഡിയെ കൊണ്ടത് സൈൻ ചെയ്യിക്കണം. ഞാൻ ഏറ്റു. എങ്കിൽ ഇത് ഞാനിത് ഏറ്റു. ഓക്കെ ഓക്കെ. സാറേ, എന്താ ഭവാനിയമ്മേ? ജോലിയൊക്കെ കഴിഞ്ഞു, ഞാൻ പൊക്കോട്ടെ. ജയന്തി കുഞ്ഞിനെ ഇതുവരെ കണ്ടില്ല. ഭവാനിയമ്മ പോയിക്കോ. രാമു ഒരു കാര്യം അറിയിക്കാൻ പറഞ്ഞു. എന്താ? അവനൊരു കണ്ണ് കൊടുക്കാൻ നമ്മുടെ ലക്ഷ്മിട്ടി പറഞ്ഞിട്ടുണ്ട്. കണ്ണു കൊടുക്കാന്നോ? കണ്ണ് മാറ്റി വെച്ചാ കാഴ്ച കിട്ടുമെന്നല്ലേ ഡാക്ടർ പറഞ്ഞത്. ലക്ഷ്മി എന്ന് പറഞ്ഞത് ആ ഊമ പെൺകുട്ടിയല്ലേ? അതെ. അവളോടെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയോ? ഒടുവിൽ ഓപ്പറേഷൻ ചെല്ലുമ്പം പ്രശ്നമാവരുത്. എല്ലാം പറഞ്ഞു. അവള് മിണ്ടത്തില്ലെങ്കിലും കേൾവിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. രാമുന് വേണ്ടി ജീവൻ വരെ കൊടുക്കുക അവള്. ഞാൻ ഡോക്ടറോടും സംസാരിക്കട്ടെ, എന്നിട്ട് വേണ്ട ചെയ്യാം. ഓ, എന്നാ ഞാൻ പോട്ടെ.
നിനക്ക് ലക്ഷ്മി ഏതെന്ന് മനസ്സിലായോ? മനസ്സിലായി. മുല്ലപ്പൂക്കൾ 1. ആ. എന്റെ തോമാച്ച, കണ്ണെടുത്ത് അവളുടെ മുഖം വൃത്തികേടാക്കുന്നതിന് മുമ്പ് ഒന്ന് ശരിയാക്ക്. ആ, ഐഡിയ ഉണ്ട്. എന്തോതാ? നിനക്ക് കാര്യം കണ്ടാ പോരെ, അത് ഞാൻ പ്രയോഗിച്ചോളാം. നീ ഇത് പിടിക്കും. വാണിയമ്മേ. ആ, ദേ ഞാനിപ്പോ ഡോക്ടറെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു കണ്ണു കൊടുക്കുന്ന കുട്ടിയുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ. അതിനിപ്പോ ഫോട്ടോ എടുക്കാൻ പട്ടണത്തിൽ പോണ്ടേ? മാത്രമല്ല അതൊരു കാശുമില്ലല്ലേ? അതിനൊന്നും നിങ്ങൾ വിഷമിക്കണ്ട, ഇങ്ങോട്ട് വിട്ടാ മതി. ഇവിടെ വിനോദിന്റെ കയ്യിലുണ്ട് ക്യാമറ. ഭാഗ്യായി. എന്നാ ഞാൻ അവളെ ഇങ്ങോട്ട് അയക്കാം. ഉടനെ പറഞ്ഞു വിടണം. എത്രയും പെട്ടെന്ന് ഫോട്ടോ കൊടുത്താ അത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടക്കും. ഉടനെ പറഞ്ഞു വിടാം. അതിനവൾക്ക് ഇങ്ങോട്ടുള്ള വഴി അറിയോ? ഞാൻ വാസന്തി കൂട്ടി വിടാം, അവക്ക് വഴി അറിയാലോ. ആ. എന്തായി? ഒരു വെടിക്ക് 2 പക്ഷികൾ. ആഹാ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. മൈനപ്പെണ്ണിനോട് കുശുമ്പായി നിന്നെ കണ്ടിട്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി എടുത്തുതരാൻ പറയല്ലേ? ലക്ഷ്മിയുടെ അമ്മേ, ഞങ്ങൾ പോവാട്ടോ. വേഗം വാ. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വേഗം ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. അവിടെ ഇവിടെ ചുറ്റി നടന്ന് വൈകണ്ട. ഓ, മുൻകരുതലുകളെല്ലാം റെഡി. ഇതില്ലാതെ ശരിയാവൂലല്ലേ? ഈ കേസിൽ നീ അത് ചിന്തിക്കുകയേ വേണ്ട. പിന്നെ അതുങ്ങൾ വരുന്നതിന് മുമ്പ് ഊരിയുറ്റാൻ പോയ നിന്റെ മറ്റവളങ്ങാണ് എത്തിയാലെന്താ? ഒരു ചുക്കുമില്ല. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എത്തിയും തോന്നുന്നു. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ആഹാ, 2 ആളും ഉണ്ടല്ലോ. കേറി വാ. എന്താ പരിങ്ങിക്കുന്നേ? ഫോട്ടോ എടുക്കണ്ടേ? ഇങ്ങോട്ട് കേറി വാ. വിനോദേ, അവരെത്തി. ഇരിക്ക്. ഞങ്ങളിവിടെ നിന്നോളാം സാർ. ആ, അത് പറ്റില്ല. ഇത് തോമസ് സാറിന്റെ വീടാ. എന്ന് വെച്ചാ നിങ്ങളുടെ വീട്. ഇരിക്കും മക്കളെ. മിസ്റ്റർ വിനോദ് എന്നോട് ചോദിക്കുക, രാമുവിന് കാഴ്ച കിട്ടാൻ വേണ്ടി തോമാച്ചൻ എന്തിനാ ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടുന്നേ? അവനെന്താ എന്റെ ബന്ധുവോ മറ്റോ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു, രാമു മാത്രമല്ല, ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാരും എന്റെ ബന്ധുക്കളാണ്. എങ്കിലും രാമുവിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടെന്നുള്ളത് നേരാ. അവന് കാഴ്ച കിട്ടാൻ വേണ്ടി എത്ര രൂപ വേണമെങ്കിലും ഞാൻ മുടക്കും. ആ, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണോ അല്ലേ? അയ്യോ വേണ്ട സാർ. എന്ന് പറഞ്ഞാ പറ്റില്ല. ഫോട്ടോ എടുക്കുമ്പോ മുഖമൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം അല്ലേ? അതെ, കുടിക്കും. കുടിക്കൂന്നേ. കുടിക്കും മക്കളെ. പതുക്കെ പതുക്കെ. ആവൂ, എന്താ ഇത്? രാമോൻ ഇപ്പൊ ഇടത്തും വലത്തും അകമ്പടികളായല്ലോ. ഇവന്റെ ഓരോ തമാശകൾ കേട്ടങ്ങനെ നടക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് നാണിയമ്മ വിശേഷങ്ങള്? വിശേഷം നിനക്കല്ലേ? ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് 2 ആളും കൂടി തുള്ളിച്ചാടി പോണ കണ്ടു. ഏതാൾക്കാരുടെ കാര്യ പറയണേ? വാസന്തിയും ലക്ഷ്മിയും. അല്ലാണ്ടാരാ? ഫോട്ടോ എടുക്കാനോ? എവിടേക്കാ? ബംഗ്ലാവിലേക്ക്. കണ്ണു കൊടുക്കുന്ന ആളുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് തോമസ് മുതലാളി പറഞ്ഞു. എന്താ കുട്ടികളുടെ ഒരു സന്തോഷം. നീ ഭാഗ്യവാനാടാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തുണ കിട്ടുമോ നിനക്ക്? കണ്ണെടുക്കുന്നതിൽ ഒരു പേടിയില്ല ആ കുട്ടിക്ക്. ആ, എന്തിനാ പേടിക്കണേ? ഇരുമെയ്യാണെങ്കിൽ ഇവരൊന്നല്ലേ. കൃഷ്ണേട്ടാ, ഞാൻ ബംഗ്ലാവ് വരെ ഒന്ന് പോയിട്ട് വരാം. ആയിക്കോട്ടെ. മുതലാളിയെ എനിക്ക് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്തിനാ? അങ്ങേര് ബൂർഷ എന്നല്ലേ നീ പറയാറ്. ബൂർഷയെ കാണാൻ നീ പോകണ്ട. നീ ഇങ്ങോട്ട് വാ. നീ ചെല്ലേ. ഓ, പതുക്കെ സൂക്ഷിച്ച്. ഇവിടെ വാ. പറഞ്ഞു വരുമ്പോ 2 ഒരു വർഗമാണല്ലോ ബൂർഷ. പണം കൊടുത്തിട്ട് അവൾ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ഷീ ഈസ് ബിഹേവിംഗ് ടോട്ടലി ഇൻഡിഫറന്റ്. ഡോണ്ട് വറി, ഐ വിൽ മാനേജ്. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്ന ഡാഡി എങ്ങനെ അറിഞ്ഞാ പിന്നെ?
ഒരു ഈച്ച പോലും അറിയില്ല. പക്ഷേ നീ ചെയ്യുന്ന കോടികളുടെ ഉപകാരത്തെക്കാൾ വലുതാണ് തോമാച്ചൻ ചെയ്യുന്നത്. അത് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. എന്ത് വേണമെങ്കിലും ശരിയാക്കി തരാം. വെയിറ്റ്. എന്തു പറ്റി? ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ അവൻ വല്ല അബദ്ധവും കാണിച്ചോ? പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. ചില കാര്യങ്ങൾ പറയാൻ വന്നതാ. നോക്ക്, നീ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. വിനോദിന് നിന്നോടൊരു ഇഷ്ടം തോന്നി. സത്യം പറഞ്ഞ ആർക്കും നിന്നോടൊരു ഇഷ്ടം തോന്നും. അത്രയ്ക്ക് മിടിക്കുക നീ. നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോ അവനൊരു അബദ്ധം കാണിച്ചത് തെറ്റായി പോയി. പക്ഷെ അതിന്റെ പേരിൽ നീ ഇനി വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ, പുറത്താരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ, നീ നിന്റെ അമ്മയെ അനുജനും ഒക്കെ ജീവനോടെ കത്തിച്ചാമ്പലാവും. അങ്ങനെ കത്തിച്ചാമ്പലായ പിന്നെ രാമുവിന്റെ കണ്ണോപ്പറേഷൻ നടക്കൂ? ഇല്ല. രാമുവിന് കാഴ്ച കിട്ടണമെന്ന് നിനക്ക് മോഹമില്ലേ? ഉണ്ട്. ആ മോഹം ഞാൻ സാധിച്ചു തരും. സാറേ, സാറേ, ജയന്തി സാറുണ്ടോ ഇവിടെ? ഞാൻ പിന്നെ സെന്റിന്റെ മണടിച്ചപ്പോഴേ മനസ്സിലായി. ഇവിടെ ലക്ഷ്മിയും വാസന്തിയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ഇവിടെ നാണിത്തള്ള പറഞ്ഞേ. അവരില്ല ഇവിടെ. അവരിവിടെ ഉണ്ടടാ രാമു. ലക്ഷ്മി, ലക്ഷ്മി നിന്റെ ഭാഗ്യവാടാ. നിനക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ അവൾ തയ്യാറാ, അല്ലേ ലക്ഷ്മി? ആളടുത്തുണ്ടോ? പിന്നെ ആള് വലിയ സന്തോഷത്തിലാ. ലക്ഷ്മിട്ടിയെ, എവിടെയാ നീ? ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ? സാറേ, ഒരു ഫോട്ടോ എനിക്ക് തരണം കേട്ടോ. പിന്നെന്താ, കാഴ്ച കിട്ടുമ്പോ കാണാലോ. വാസന്തിയോ? അവളിവിടെ ഉണ്ട്. വാസന്തി, വാസന്തി, ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ഇവിടെ ഇങ്ങനൊന്നും നടന്നിട്ടില്ല. ആരും ഒന്നും അറിഞ്ഞിട്ടുമില്ല. അറിഞ്ഞാൽ എനിക്കറിയാം, ആരും അറിയില്ല. നീ ബുദ്ധിയുള്ളവളാ. ഡേ, രാമു വിളിക്കുന്നു. ചെല്ലേ. വാസന്തി, ചാരു പോയോ? ഞാനിവിടെ ഉണ്ടടാ. എന്നാ ഞങ്ങള് പോയിക്കോട്ടെ. ആ, ഡോക്ടറോട് ചോദിച്ചിട്ട് ഓപ്പറേഷൻ തീയതി ഞാൻ അറിയിക്കാം. സാറിന് 100 പുണ്യം കിട്ടും. എങ്ങനെയാ നന്ദി പറയണ്ടേന്ന്? അതൊന്നും വേണ്ടടാ. നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്യും. എന്നാ ഞങ്ങള് ലക്ഷ്മിട്ടിയേ. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഒരു നിമിഷം ഈശ്വര ധ്യാനം. ഈ ഗ്രാമനിവാസികൾക്ക്
ആട്, പശു, കോഴി, താറാവ് തുടങ്ങിയ വിതരണം ചെയ്യുന്ന ഈ മേള ഉദ്ഘാടനം ചെയ്യുവാൻ നമുക്ക് ഇദ്ദേഹത്തെ കിട്ടിയത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. സമയക്കുറവ് മൂലം ഞാൻ ആരുടെയും പേര് പ്രത്യേകിച്ചെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും സ്വാഗതം. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു മെമ്പർമാരെ, പ്രിയമുള്ള ശ്രീ കൃഷ്ണൻ നായർ, സർവോപരി വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത നന്മ നിറഞ്ഞവരായ എന്റെ ആത്മാവിന്റെ ആത്മാവായ വള്ളിക്കുന്ന് നിവാസികളെ, മഹാത്മജി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ്. ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് ഗ്രാമങ്ങളുടെ വളർച്ചയാണ്, ഗ്രാമങ്ങളുടെ ഉയർച്ചയാണ്, ഗ്രാമവാസികളുടെ തിരിച്ചറിവാണ്. ഈ മഹാഭാരത ഭൂമിയിൽ ബഹുഭൂരിപക്ഷവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ പോലും കഴിയാതെ അശരണരായി അവർ ജീവിക്കുന്നു. അവരിൽ പ്രതികരണശേഷിയും അധ്വാനശേഷിയും വളർത്തിയാലേ നമ്മുടെ നാട് വളരുകയുള്ളൂ. പൊള്ളയായ വാക്കുകളേക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. നമ്മുടെ പ്രിയങ്കരനായ കവി പാടിയ ഈ രീതികൾ ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. സ്നേഹിക്കുകയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അധികം നീട്ടുന്നില്ല, നിങ്ങളുടെ കരുവാകത്തോടെ ഈ വികസന പദ്ധതി ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അഞ്ച് ലഡു വേണമല്ലോ. ഉണ്ണിബാല എടുത്തു കൊടുക്കണ, ഞാൻ ഇവിടെ വിളമ്പുക. ഓ ആ ഇതല്ലേ ലഡു? ആ ഇതാ 2 ഏത്തപ്പഴം കൂടി. ഓ വിരുന്നുകാര് വല്ല ഉണ്ടോ കാർത്തോയ്? നമുക്കെന്നും വിരുന്നുകാരല്ലേ രാമുവേ. ഉവ്വ ഉവ്വ. 5 ലഡു 2 ഏത്തപ്പഴം. എത്ര ഉണ്ണിമാല? 8 രൂപ. 8 രൂപ. ദാ. ഈ 10 നോട്ട് എടുക്കില്ലല്ലോ. ഇപ്പോഴത്തെ നോട്ടൊക്കെ ഇങ്ങനത്തെയാ. ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് പുതിയത് വാങ്ങിച്ചൂടെ? ഓ, ഞാനിപ്പോ ബാങ്കിൽ പോണു. എന്താ എന്താ പ്രശ്നം? കൃഷ്ണേട്ടാ, ദേ ഈ നോട്ടൊന്ന് നോക്കിയാൻ. ഓ, വെയിലത്തുനിന്ന് വന്ന് കേറിയതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ. ഒരു ഇരുട്ട് പോലെ. നീ വാങ്ങിച്ചിടറാ, നമ്മുടെ കാർത്തു അല്ലേ. കണ്ണുള്ളവരെക്കാൾ കാഴ്ച ഇവന്. കളിയാക്കല്ല പെങ്ങളെ. പിന്നെ കൃഷ്ണേട്ടോ, അങ്ങോട്ട് ഇരുന്നോ, ഞാൻ എന്റെ പണി തുടങ്ങട്ടെ. നീ എവിടെ ഇരിടാ? കവലയിലൊക്കെ ആള് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഓ, എങ്ങനെയുണ്ടായിരുന്നു മീറ്റിംഗ്? കലക്കി. കലക്കിയോ? ആര്? അതല്ലടാ, ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞതാ. അങ്ങനെ തോമസ് സാറിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അളന്ന് മുറിച്ച് കുറച്ചേ പറഞ്ഞുള്ളൂ. പക്ഷേ പറഞ്ഞതുണ്ടല്ലോ 100 കിലോ തൂക്കമുള്ള കാര്യങ്ങളാ. നമ്മുടെ നേതാക്കന്മാര് പലരും അങ്ങേരെ കണ്ടു പഠിക്കണം. എന്തൊരു വിനയം, എന്തൊരു എളിമ. ഓ, പാവങ്ങളോടൊക്കെയുള്ള സ്നേഹമുണ്ടല്ലോ, ഒന്ന് കാണേണ്ടത് തന്നെ. കൃഷ്ണേട്ടൻ പറഞ്ഞു നേരാ. ദൈവമാ തോമസ് സാറ്. ഇല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് കണ്ണ് കിട്ടാൻ വേണ്ടി ഇത്രയ്ക്ക് പാടുപെടോ? എന്ത് മെച്ചുണ്ടായിട്ടാ തോമസ് സാറിന്? അതാടാ ഞാൻ പറഞ്ഞത്. അങ്ങേരെ പോലുള്ളവർ ഈ നാട് ഭരിക്കണം, എന്നാലേ പാവങ്ങൾക്ക് രക്ഷയുള്ളൂ. കാഴ്ച കിട്ടിയിട്ട് വേണം ബംഗ്ലാവിൽ ചെന്നൊന്ന് കണ്ടു തൊഴാൻ. തൊഴുതാ മാത്രം പോരാ, ഒരു പാട്ടും പാടി കേൾപ്പിക്കണം. ആട്ടെ, കാഴ്ച കിട്ടിയാൽ ആദ്യം ആരെ കാണാൻ അതിന്റെ മോഹം? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഉറ്റ ചങ്ങാതിയായ എന്നെ അല്ലടാ. അമ്പടാ, കണി കാണാൻ കണ്ടയാള്. നിന്റെ ഈ മോന്ത കണ്ട കാഴ്ച കിട്ടിയ കണ്ട അപ്പൊ പൊട്ടും. എന്നെയല്ലേ? അയ്യോ, അതിൽ ഭേദം കാഴ്ച കിട്ടാതിരിക്കുന്നത് നല്ലത്. എല്ലാരും കാണാൻ കൊതിയാവെനിക്ക്. എന്നാലും എനിക്ക് കണ്ണു തരുന്ന ആളെ തന്നെയല്ലേ ആദ്യം കണ്ടത് കൃഷ്ണേട്ടാ. ഓ, രമണന്റെ ചന്ദ്രിക. അതറിയാൻ വേണ്ടി തന്നെയാടാ ചോദിച്ചത്. കണ്ണെഴുതി പൊട്ടും തൊട്ട് പൂവും ചൂടി പെൺകുട്ടികളും മുന്നിൽ വന്നിന്നാ കാണാൻ നല്ല ചന്ത ഉണ്ടാവില്ലേ? ഉണ്ടാവൂലെന്നോ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? വേണ്ട, കണ്ടോളാം, ഒക്കെ ഞാൻ കണ്ടോളാം. അവളെ കാണുമ്പോ പാടാൻ ചങ്ങനകത്തൊരു പാട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഓ, ഒന്ന് പാടടാ. ഞങ്ങളും കേക്കട്ടെ. ഓ,
ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ് മനസ്സിൽ. നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ് മനസ്സിൽ. നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. വെളിച്ചമേ വെളിച്ചമേ, നിൻ വീട്ടിൽ ഞാനും വിരുന്നിനെത്തും നാളെ, വിരുന്നിനെത്തും നാളെ. നീ എൻ കണ്ണിലൊരുമ്മ തരുമ്പോൾ നീലനിലാവായി മാറും, ഞാനൊരു നീലനിലാവായി മാറും. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ് മനസ്സിൽ. നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. പ്രകാശമേ പ്രകാശമേ, നിന്നമ്പല നടയിൽ നെയ്ത്തിരിയൊഴിയും ഞാൻ, നെയ്ത്തിരിയൊഴിയും ഞാൻ. തുറന്നു വയ്ക്കും ഞാൻ എൻ വിഴികൾ, അടയ്ക്കുകയില്ല മേലേ, ഞാൻ അടയ്ക്കുകയില്ല മേലേ. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ് മനസ്സിൽ. നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ.